ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ മീനാക്ഷിയും മൈഥിലിയും മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വൈശാഖ് അവിടെ നിന്ന് മുങ്ങുകയാണ്. തന്റെ കഴുത്തിലെ കെട്ട് എങ്ങനെയൊക്കെയോ അഴിച്ചെടുക്കുന്ന മീനാക്ഷി മൈഥിലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും മൈഥിലി ഇതിനോടകം മരിച്ചിട്ടുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് തകർന്നു നിൽക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് ദേവരാജൻ ചെമ്പകമംഗലത്തേക്ക് ചെല്ലുന്നതാണ്. ദേവരാജ് നേരെ സാവിത്രിയുടെ മുറിയിലേക്ക് തള്ളിക്കയറാനൊരുങ്ങുമ്പോ കൈമള് ദേവരാജിനെ തടയുന്നുണ്ടെങ്കിലും കൈമളിനെ തള്ളി മാറ്റിക്കൊണ്ട് ദേവരാജ് അകത്തേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ സാവിത്രിയുടെ അലമാര മുഴുവൻ വാളിനായി തിരയുകയാണ് ദേവരാജ്. അതേസമയം നന്ദിനി അങ്ങോട്ടേക്ക് ചെല്ലുകയും ദേവരാജിന് നേരെ തോക്കു ചൂണ്ടുകയും ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറയുമ്പോ ദേവരാജ് പറയുകയാണ്, ചെമ്പകമംഗലത്തെ ഈ ഉടവാള് എന്റെ അനിയത്തി മാധുരിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്താണെങ്കിലും അത് ഞാൻ മാധവമംഗലത്തേക്ക് കൊണ്ടുപോയിരിക്കും, സാവിത്രിയോട് പറഞ്ഞേക്കാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ദേവരാജ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് പോയ സാവിത്രിയും മാലതിയും കൂടി തിരികെ വരുന്നതാണ്. അവരെ കണ്ടയുടൻ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഇവിടെ ദേവരാജ് വന്നിട്ടുണ്ടായിരുന്നു, അവൻ വന്ന് മുറിയെല്ലാം തിരഞ്ഞിട്ടാ പോയത്. ഇത് കേൾക്കുന്ന സാവിത്രി ചോദിക്കുകയാണ്, അതിന് അയാളെന്തിനാ ഇവിടെ വന്ന് മുറി തിരയുന്നത്? തിരയുന്നെങ്കിൽ തിരഞ്ഞിട്ട് പോകട്ടെ എന്നും ഇവിടെ നിന്ന് എന്ത് കിട്ടാനാണെന്നൊക്കെ സാവിത്രി പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, അതെ, അവൻ മറ്റാരുടെ മുറിയല്ല തിരഞ്ഞത്, നിന്റെ മുറി മാത്രമാ അവൻ തിരഞ്ഞത്. ഇത് കേൾക്കുന്ന സാവിത്രി ഞെട്ടലോടെ രാജലക്ഷ്മി അമ്മയെ നോക്കുമ്പോ മാലതിയും ഇത് കേട്ട് സംശയത്തോടെ സാവിത്രിയെ നോക്കുകയാണ്. അതിനുവേണ്ടി നീയും അവനും തമ്മിൽ എന്താ ഇടപാടുള്ളതെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് സാഹിറയും ബാക്കിയുള്ള പോലീസുകാരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവരകത്തേക്ക് ചെല്ലുമ്പോഴാണ് മരിച്ചു കിടക്കുന്ന മൈഥിലിയെ കാണുന്നത്. നീ ഇവളെ കൊന്നല്ലേ എന്ന് സാഹിറ ചോദിക്കുമ്പോ സത്യമായും ഞാനല്ലേ ഇതൊന്നും ചെയ്തതെന്നും ഞാൻ എൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ചാണ് വന്നതെന്നും മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ സാഹിറ മീനാക്ഷി അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. തന്റെ കുഞ്ഞിനെ ഓർത്ത് ആകെ തകർന്ന് പോലീസ് ജീപ്പിലിരിക്കുന്ന മീനാക്ഷിയെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. സാവിത്രിയുടെ കള്ളത്തരം എല്ലാവർക്കും മുന്നിൽ കൊണ്ടുവരാനായി സാഹിറയ്ക്ക് സാധിക്കുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.